അല്ലു അർജുൻ ജയിൽ മോചിതനായി. ഇന്നലെ ഇടക്കാല ജാമ്യ ഉത്തരവ് ജയിലിൽ എത്താൻ വൈകിയതിനെ തുടർന്ന് ചഞ്ചൽഗുഡ ജയിലിൽ കഴിയുകയായിരുന്ന അല്ലു അർജുൻ. പുഷ്പ 2 റിലീസ് ദിനത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട യുവതി മരിച്ചതിലാണ് അല്ലു അർജുൻ അറസ്റ്റിലായത്. താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും നിയമത്തിൽ നിന്നും ഒളിച്ചോടില്ലെന്നും ജയിൽ മോചനത്തിന് പിന്നാലെ അല്ലു അർജുൻ പറഞ്ഞു. And I like to thank all my fans for their immense love and support. Thank you. I'm safe. Nothing to worry. I'm doing well. Thank you very much. And I also like to tell that I'm a law-abiding citizen. I respect the law, and I will cooperate with them, and I'll do the needful. And very importantly, I would like to give my condolences once again to the family. It is very, very unfortunate that we went to watch a film and there was an accident, that is totally unintentional. We went to watch a movie and, due to an unfortunate accident, there's been a loss of a person. And we're always very sorry for whatever's generally. കെ.ബി. ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. അല്ലു അർജുൻ ജയിൽ മോചിതനായി ആരാധകർക്ക് ആശ്വാസം. ഒപ്പം അല്ലു അർജുന്റെ വാക്കുകളിൽ പറയുന്നുണ്ട്, നിയമത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള ഒരു ശ്രമവും തന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല, നിയമം അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും എന്ന് പറയുന്നു. മാത്രമല്ല, വീണ്ടും അവരുടെ കുടുംബത്തിന് അദ്ദേഹത്തിന്റെ ഖേദം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്, ഈ അന്തരിച്ച സ്ത്രീയുടെ കുടുംബത്തിന്. തീർച്ചയായിട്ടും ജയിൽ മോചിതന് ആയതിനു ശേഷം ആദ്യ പ്രതികരണമാണ് അല്ലു അർജുൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. നിയമം അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും, നിയമത്തെ കണ്ട് ഒളിച്ചോടി പോവാനില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ട് എന്ന് അദ്ദേഹം ആദ്യ പ്രതികരണം നടത്തുന്നു. 6:30 കൂടിയാണ് അല്ലു അർജുൻ ജയിലിൽ നിന്ന് മോചിതനായത്. ഏതായാലും സുരക്ഷ കണക്കിലെടുത്ത് പിൻ വാതിലിലൂടെയാണ് അദ്ദേഹത്തെ പുറത്തേക്ക് ഇറക്കിയത്. അതിനുശേഷം ജൂബിലി ഹിൽസിലെ വീട്ടിലെത്തിയപ്പോഴായിരുന്നു അല്ലു അർജുൻ്റെ ഈ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും തുടക്കം മുതൽ തന്നെ ഈ അപകടമുണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ അല്ലു അർജുൻ്റെ ഭാഗത്തു നിന്ന് ഈ കുടുംബത്തിനൊപ്പം നിൽക്കും എന്നുള്ള ഒരു പ്രതികരണം വന്നു. അത് അദ്ദേഹം ആവർത്തിക്കുകയാണ്. നേരത്തെ 25 ലക്ഷം രൂപ നൽകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ കുട്ടി, അതായത് ഈ മരിച്ച സ്ത്രീയുടെ കുട്ടി, അവരുടെ ചികിത്സാ ചെലവ് മുഴുവൻ ഏറ്റെടുക്കുമെന്നും അല്ലു അർജുൻ അറിയിച്ചിട്ടുണ്ട്. നിലവിലേതായാലും ആ കുടുംബം കേസ് ഉൾപ്പെടെ പിൻവലിക്കാൻ തയ്യാറാണ്. അല്ലു അർജുൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ഈ മരിച്ച സ്ത്രീയുടെ ഭർത്താവ് ഭാസ്കർ വരികയും ചെയ്തിരുന്നു. ഏതായാലും ഇന്നലെ ഏതാണ്ട് രാവിലെയാണ് അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ജൂബിലി ഹിൽസ് പോലീസ് പിടിച്ചുകൊണ്ടുപോയത്. തൊട്ടു പിന്നാലെ മറ്റൊരു പ്രഭാതത്തിൽ അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. നിലവിൽ ഇന്നലെ രാത്രി ഏതാണ്ട് 12 മണിക്കൂറോളം അല്ലു അർജുന് ജയിലിനകത്ത് കഴിയേണ്ടി വന്നിരുന്നു. ഈ ജാമ്യ ഉത്തരവ് ജയിലിൽ എത്താൻ വൈകി എന്നുള്ള സാങ്കേതിക കാരണമാണ് പറഞ്ഞത്. പക്ഷേ അല്ലു അർജുൻ്റെ അഭിഭാഷകർ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. എപ്പോൾ ഈ ഉത്തരവ് ജയിൽ അധികൃതർക്ക് എത്തുന്നു, അപ്പോൾ തന്നെ അല്ലു അർജുനെ മോചിതനാക്കണം എന്നുള്ളൊരു കാര്യം കോടതി പറഞ്ഞിരുന്നു. അതിൽ വയലേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു പ്രതികരണം അല്ലു അർജുൻ്റെ അഭിഭാഷകർ നടത്തുന്നുണ്ട്. സാഹചര്യത്തിൽ ഇനി ഈ കേസ് ഇല്ലാതാവുന്ന ഒരു സാഹചര്യത്തിലേക്കല്ലേ പോകുന്നത്? അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ അതെപ്പോഴായിരിക്കും? പരാതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സംഭവം ഇല്ലാതാകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കേസ് രജിസ്റ്റർ ചെയ്ത കേസുമായി പോലീസ് എന്തായാലും മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഒരു പബ്ലിക് സ്പേസിൽ ഉണ്ടായ ഒരു സംഭവമാണ്. അതുകൊണ്ട് പോലീസ് ഈ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. പ്രത്യേകിച്ച് തെലങ്കാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെയൊക്കെ ഒരു പ്രതികരണം ഇന്നലെ വന്നത് നമ്മൾ കണ്ടതാണ്. നിയമത്തിൻ്റെ വഴിക്ക് പോകും, അതിൽ ഒരാളും വലിയവനും ഒരാളും ചെറിയവനുമല്ല, നടൻ എന്നതുകൊണ്ട് നിയമത്തിൽ നിന്ന് പ്രത്യേക പരിരക്ഷയൊന്നുമില്ല എന്നൊക്കെ മുഖ്യമന്ത്രി ഇന്നലെ പ്രതികരിച്ചു. അത് തന്നെ നമുക്ക് മനസ്സിലാക്കാം, കേസുമായി പോലീസ് മുന്നോട്ട് പോകും. പക്ഷേ അല്ലു അർജുനും ഈ കേസിൻ്റെ എല്ലാ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് നിയമത്തെ കൃത്യമായിട്ട് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി കോടതിയിൽ പോകും, സാധ്യമാവുന്നെല്ലാം ചെയ്യും എന്ന് തന്നെയാണ് അല്ലു അർജുൻ അറിയിക്കുന്നത്. അതിനൊപ്പം തന്നെയാണ് പോസിറ്റീവായി എടുക്കേണ്ട വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞതും. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കില്ല, അതിൻ്റെ രീതിയിൽ തന്നെ നിയമവുമായി മുന്നോട്ട് പോകും, സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്.